പ്രീതി ഇത്രയും പ്രശ്നക്കാരിയായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. അവൾ എല്ലാവരെയും നന്മമരം കളിച്ച് പറ്റിക്കായിരുന്നു. നമ്മുടെ കുടുംബത്തെ ഉള്ളിൽ നിന്ന് തകർത്തുകൊണ്ടിരിക്കുമ്പോഴും അവൾ നമ്മുടെ നല്ലതിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നാ ഞങ്ങളെല്ലാവരും വിശ്വസിച്ചത്. ചേച്ചി വിഷമിക്കണ്ട. അവള് കാണിച്ചു കൂട്ടിയതിനെല്ലാം ഞാൻ എണ്ണി എണ്ണി പകരം ചോദിക്കും. ഏയ്, ഇനി നീ ഒരു പ്രശ്നത്തിനും പോണ്ട. ഇപ്പൊ ജയിലിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. തൽക്കാലം നിന്റെ പഠിപ്പിലും കുടുംബത്തിലും ശ്രദ്ധിക്കാൻ നോക്ക്. പ്രീതിയുടെ കാര്യം ഞാൻ നോക്കിക്കോളാം. എന്തൊക്കെ പറഞ്ഞാലും പ്രീതിയെ സ്വന്തം വീട്ടിൽ താമസിപ്പിക്കാൻ ചേച്ചി എടുത്ത തീരുമാനം തെറ്റായി പോയിന്നേ ഞാൻ പറയും. ഗിരിയേടിനെ രക്ഷിക്കാൻ വേണ്ടി കോടതിയിൽ മൊഴി കൊടുത്തതുകൊണ്ടാണ് അവളുടെ കുടുംബം അവളെ നകുന്നതെന്നാ ഞങ്ങളെ വിശ്വസിപ്പിച്ചത്. അതിന്റെ കുറ്റബോധവും അവളോടുള്ള കടപ്പാടും കൊണ്ടാ അവളെ വീട്ടിലോട്ട് ക്ഷണിച്ചത്. പക്ഷേ അത് ഇത്രയും വലിയ അബദ്ധമായി മാറുമെന്ന് ഞാനും കരുതിയില്ല. എന്നാലും മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിന്റെ പുറകെ നടക്കാൻ അവൾക്ക് നാണമില്ലേ? അങ്ങനെ ചിന്തിക്കാനൊന്നും അവൾക്ക് കഴിയില്ല. പ്രണയത്തിന് തടസ്സമെന്ന് കണ്ടപ്പോ സ്വന്തം കുഞ്ഞിനെ ഒഴിവാക്കാൻ പോലും അവൾക്ക് മടിയില്ലായിരുന്നു. അതിന് ഗിരിയേട്ടനും കൂട്ടുനിന്നില്ലേ? ഗിരിയേടിനെ എന്തോ പറഞ്ഞ് അവൾ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതെനിക്ക് ഉറപ്പാ. അതെന്താണെന്ന് ചേച്ചിക്ക് ഗിരിയേട്ടനോട് ചോദിച്ചൂടെ? വേണ്ട, ഞാൻ അങ്ങനെ ചോദിച്ചാലേ എനിക്ക് എന്റെ ഭർത്താവിനെ വിശ്വാസമില്ലെന്നാവില്ലേ. എന്നെങ്കിലും ഗിരിയേടിന് തന്നെ എല്ലാ സത്യങ്ങളും എന്നോട് തുറന്നു പറയണമെന്ന് തോന്നും. അതുവരെ ഞാൻ കാത്തു നിന്നോളാം. ഗിരിയേട്ടനെ കണ്ണടച്ച് വിശ്വസിച്ച് പ്രീതിയെ വളരാൻ അനുവദിക്കരുത് ചേച്ചി. പെണ്ണൊരുമ്പെട്ടാൽ എന്ന് കേട്ടിട്ടില്ലേ? ഞാനൊരു പെണ്ണ. അവളിവിടുന്ന് കെട്ടിയെട്ടിക്കാനുള്ള പരിപാടികളെല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. അവള് പോകുന്നതിന് മുമ്പ് വെറുതെ പ്രശ്നം ഉണ്ടാക്കി അവക്കിവിടെ നിൽക്കാൻ ഒരു കാരണം ഉണ്ടാക്കി കൊടുക്കണ്ടെന്ന് കരുതിയാ ഞാൻ പ്രതികരിക്കാത്തത്. അവള് പോവാതിരിക്കാൻ പല കളികളും കളിക്കൂന്ന് എനിക്കറിയാം. അതെല്ലാം പ്രതീക്ഷിച്ച് തന്നെയാ ഞാൻ നിൽക്കുന്നത്. ഇപ്പൊ ചിന്തിക്കുമ്പോ ഞാനും ചേച്ചിയും തമ്മിലുണ്ടായ പല വഴക്കുകൾക്കും കാരണം പ്രീതിയാണോന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ആകാനും സാധ്യതയുണ്ട്. നീ എന്റെ കൂടെ നിൽക്കുമ്പോ എന്നെ എതിർക്കാനുള്ള ചങ്കൂറ്റം അവൾക്കുണ്ടാവില്ല. നീ എന്നിൽ നിന്ന് അകന്നപ്പോഴാ എല്ലാ പ്രശ്നങ്ങളും തുടങ്ങിയത്. ഇനി ചേച്ചിക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഞാൻ കട്ടയ്ക്ക് ചേച്ചിയുടെ കൂടെ തന്നെ കാണും. നമ്മളെ പിരിക്കാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയില്ല. സന്തോഷായി ചേച്ചിക്ക്, ഒരുപാട് സന്തോഷായി.